ഗവർണർക്കെതിരായ നിലപാടിൽ കോൺഗ്രസിനെ വിമർശിച്ചും ലീഗിനെ തലോടിയും കെ ബാലൻ. ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നതിൽ തിരുവഞ്ചൂരിനെ പോലെയുള്ള ചില കോൺഗ്രസുകാർക്ക് വിഷമമുണ്ടെന്ന് ബാലൻ പറഞ്ഞു. ജനങ്ങൾക്കൊപ്പം ലീഗിനെ പോലെയുള്ള ചില പ്രതിപക്ഷ ശക്തികൾ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്ന് ബാലൻ പറഞ്ഞു. പുതിയ ഗവർണറിൽ നിന്ന് കാരുണ്യമല്ല, ഭരണഘടനാപരമായ നടപടികളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ പോകുന്നതിൽ ആകെ വിഷമത ഉണ്ടാകാവുന്ന BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് ഗവർണറുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ എടുത്തിട്ടുള്ള നിലപാടും സഹായകരമായി. ചെയ്തുപോയ തെറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് കേരളീയരോട് മലയാളികളോട് തുറന്നു പറഞ്ഞ് കേരളം വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സെയ്ഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നു. സെയ്ഫ്, ഞാൻ RSS ഭക്തനാണെന്ന് പ്രഖ്യാപിച്ച ഒരു ഗവർണറെ കൊണ്ട് ഈ സർക്കാർ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെല്ലാമാണ്, ഈ നാട് അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ഒരു ഹാർഡ് കോർ RSS നേതാവ് ഗവർണറാക്കപ്പെട്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയ ജാഗ്രതയുടെ വാചകമൊന്നും CPIM-ന്റെ നേതൃത്വത്തിൽ നിന്ന് ആരും പറയുന്നില്ല, സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നില്ല. കുറച്ചുകൂടി ലൂസായ ഒരു പ്രതികരണമാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് ശ്രദ്ധേയമാണോ? നമ്മൾ CPM-ന്റെ ചില നേതാക്കന്മാരോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അദ്ദേഹം RSS-കാരനാണ്, അതിനകത്ത് അവർക്ക് സംശയമില്ല. ഇപ്പോഴുണ്ടായിരുന്ന ഗവർണർ അത് കാലങ്ങളായിട്ട് RSS-കാരനായി മാറിയതാണ്, ജനിച്ചപ്പോൾ മുതൽ RSS-കാരനല്ല. പക്ഷേ രാജേന്ദ്ര അർലേക്കർ 1954 ജനിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ RSS-ആയി തന്നെ പ്രവർത്തിക്കുകയാണ്. പിന്നീട് പ്രധാനപ്പെട്ട പദവികളിൽ അദ്ദേഹം വന്നു. ഒരു ഘട്ടത്തിൽ മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായി പോകുന്ന സമയത്ത് ഗോവയുടെ മുഖ്യമന്ത്രിയായി വരെ സംഘപരിവാർ ആലോചിച്ച ആളാണ്. അത്രയും ഹാർഡ് കോർ RSS ആണ് രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു സമീപനം എന്താണ് സ്വീകരിക്കുന്നതെന്ന ചോദ്യം നമ്മൾ CPM-ന്റെ നേതാക്കന്മാരോട് മുന്നിലേക്ക് വെച്ചിരുന്നു. അതിന് അവർ പറയുന്ന മറുപടി, അദ്ദേഹം RSS-കാരനായിരുന്നു, അദ്ദേഹം വരട്ടെ, വരുന്നതിന് മുമ്പ് ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. ആദ്യം അദ്ദേഹം വന്ന് പദവി ഏറ്റെടുക്കട്ടെ. പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒന്ന് രാഷ്ട്രീയമായി നേരിടുന്നുണ്ട്, മറ്റൊന്ന് ഈ സർവകലാശാലകളിലെ ഭരണവുമായി ബന്ധപ്പെട്ടും ബില്ലുകൾ ഒപ്പിടാത്ത വിഷയത്തിലുമെല്ലാം സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ട്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി അദ്ദേഹത്തെ നേരിടുന്നുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തെ നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമ പോരാട്ടം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾ വന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിലും തീവ്രമായി ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഇതിലും തീവ്രമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും. ഇതിലും തീവ്രമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. നിയമവിന്യ നടപടികളിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആദ്യം അദ്ദേഹം വരട്ടെ, വന്നതിന് ശേഷം എന്താണ് അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് നോക്കട്ടെ, നോക്കിയതിന് ശേഷം നിലപാടിലേക്ക് പോകാം എന്ന നിലപാടാണ് CPM-ന്റെ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻവിധിയോടുകൂടി സമീപിക്കുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടത് ഭരണഘടനാപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ തന്നെ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം RSS-കാരൻ, അദ്ദേഹം ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മുൻവിധിയോട് കൂടി പറഞ്ഞാൽ ഒരു യുദ്ധപ്രഖ്യാപനമായി പോകും, വരുന്നതിന് മുമ്പുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി പോകും. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജേന്ദ്ര അർലേക്കർ സർക്കാരുമായി സുഗമമായി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കേണ്ടതാണ്. സൈഫ്, ഞാൻ ചോദിക്കുന്നത് ഇവിടെ RSS-നോട് ഭക്തി കാണിച്ചുകൊണ്ടിരുന്ന ഒരാൾ RSS-ന്റെ സർസംഘചാലകനെ പോയി നേരിട്ട് കാണുകയൊക്കെ ചെയ്തല്ലോ ഇവിടെ ഗവർണറായിരിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ഒരു RSS കേഡർ അല്ലാതിരുന്നിട്ട് കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലുണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്കറിയാം. ഇപ്പോൾ ഹാർഡ് കോർ RSS ലീഡർ ഗവർണറായി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ CPM കുറേ സംഗതികൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്ന നിലയ്ക്ക് ഒരു കരുതൽ പുറത്തേക്ക് പറയുന്നില്ലെങ്കിലും CPM-നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി പറയുന്നുണ്ട് നിഷാദ്. ജനതാദളായിരുന്ന ഒരു ജനതാ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന് കേന്ദ്രമന്ത്രിയൊക്കെ ആയ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് സംഘപരിവാരമായി എടുക്കുന്നു, അദ്ദേഹത്തിന് പദവികൾ കിട്ടുന്നു. കേരളത്തിൽ അദ്ദേഹം വന്ന് ഇരുന്ന് 5 വർഷക്കാലം ഒരു സംസ്ഥാന സർക്കാരിനോട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നു. സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഗവർണർ സർക്കാർ പോര് നടക്കുന്നു. രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ചില കത്തുകൾ പുറത്തുവിടുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടേണ്ട തലേ ദിവസം രാത്രി വരെ അത് ഒപ്പിടാതിരുന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ മാറ്റി ഗവർണറെ അനുനയിപ്പിച്ച് അത് ഒപ്പിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു.
നിയമസഭയിൽ വന്ന് നയപ്രഖ്യാപന പ്രസംഗം ഒരു വരി, ആദ്യത്തെ ഒരു വരി അവസാനത്തെ ഒരു വരി വായിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ റോഡിൽ നടുക്ക് കുത്തിയിരുന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ റോഡിലിറങ്ങി നേരിടുന്നു. സർവകലാശാല ഭരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ.